ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. നിങ്ങൾ ഈ വീഡിയോകളിൽ പറയുന്ന ഡെയിലി യൂസ് സെന്റൻസസ് എത്രത്തോളം മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രയ്ക്ക് നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ആവും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഫോർമൽ ഗ്രാമർ മാത്രം പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഫ്ലുവന്റ് ആയി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റണമെന്നില്ല. ബേസിക് ഗ്രാമറിന്റെ കൂടെ ഇംഗ്ലീഷിൽ വാക്കുകളും ശൈലികളും പ്രയോഗങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നതാണ് എളുപ്പവഴി. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നീ ശരിയായ സമയത്താണ് എത്തിയത്. നീ ശരിയായ സമയത്താണ് എത്തിയത്. യു റീച്ച്ഡ് അറ്റ് ജസ്റ്റ് ദ റൈറ്റ് ടൈം. യു റീച്ച്ഡ് അറ്റ് ജസ്റ്റ് ദ റൈറ്റ്. റീച്ച് എന്ന വാക്കിന് വേറെയും അർത്ഥങ്ങളുണ്ട്. ഇവിടെ നമ്മൾ എത്തുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റീച്ചിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് നമ്മളിവിടെ റീച്ച്ഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ റീച്ച്ഡ് എന്ന് പറയരുത്, റീച്ച്ഡ്. ജസ്റ്റ് ദ റൈറ്റ് ടൈം പറഞ്ഞാൽ കറക്റ്റായ സമയത്ത്, ശരിയായ സമയത്ത് ആണ് നീ എത്തിയത്. ചെറിയ കടകൾ അവിടവിടെയായി ഉണ്ട്, പക്ഷെ സൂപ്പർ മാർക്കറ്റ് ഒറ്റെണ്ണമില്ല. ചെറിയ കടകൾ അവിടവിടെയായി ഉണ്ട്, പക്ഷെ സൂപ്പർ മാർക്കറ്റ് ഒരെണ്ണം പോലും ഇല്ല. There are a few small shops here and there, but not a single supermarket. There are a few small shops here and there, but not a single supermarket. Here and there പറഞ്ഞാൽ അവിടെവിടെയായി. There are a few small shops. നമ്മളൊരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ സൂപ്പർ മാർക്കറ്റ് വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ അന്വേഷിച്ച ശേഷം പറയുന്നതാണ് there are a few small shops here and there. അവിടെവിടെയായി ചെറിയ ഷോപ്സ് ഉണ്ട്, കടകളുണ്ട്, പക്ഷേ but not a single supermarket. സൂപ്പർ മാർക്കറ്റ് ഒറ്റെണ്ണം പോലും ഇല്ല. നീ അത് എടുത്ത സ്ഥാനത്ത് തന്നെ തിരിച്ചു വെക്ക്. നീ അത് എടുത്ത സ്ഥാനത്ത് തന്നെ തിരിച്ചു വെക്ക്. Keep it back in the same place you took it from. Keep it back in the same place you took it from. അപ്പോൾ keep it back തിരിച്ചു വെക്കൂ. In the same place അതേ സ്ഥലത്ത് തന്നെ. Same place you took it from എവിടെ നിന്നാണോ എടുത്തത് അതേ സ്ഥലത്ത്. നിന്റെ ബിസിനസ് തീർച്ചയായും ദിവസം തോറും മെച്ചപ്പെടുവാൻ പോവാണ്. നിന്റെ ബിസിനസ് തീർച്ചയായും ദിവസം തോറും മെച്ചപ്പെടുവാൻ പോകുകയാണ്. Your business is surely going to get better day by day. Your business is surely going to get better day by day. Day by day. ഓരോ ദിവസം പോകുന്തോറും അല്ലെങ്കിൽ ദിനം പ്രതി, ദിവസം തോറും. is going to get better. ബെറ്റർ ആവുക, അതായത് കൂടുതൽ മെച്ചപ്പെടുവാൻ പോകുകയാണ്. going to get better. Your business is surely going to get better day by day. അവൻ ഞായറാഴ്ചകളിൽ അപൂർവമായേ പുറത്ത് പോവാറുള്ളൂ. ഞായറാഴ്ചകളിൽ അപൂർവമായേ പുറത്ത് പോവാറുള്ളൂ. Rarely does he go out on Sundays. Rarely does he go out on Sundays. Rarely പറഞ്ഞാൽ വളരെ അപൂർവമായേ he goes out on Sundays. സൺഡേയിൽ അവൻ പുറത്തു പോകുന്നത് വളരെ അപൂർവമാണ്. Rarely does he go out on Sundays. ഇതിനെ തന്നെ നമുക്ക് he rarely goes out on Sundays അങ്ങനെയും പറയാം. He rarely goes out on Sundays. അവനെതിരായി എനിക്കൊന്നും പറയാൻ പറ്റില്ല. അവനെതിരായി എനിക്കൊന്നും പറയാൻ പറ്റില്ല. I can't say anything against him. I can't say anything against him. Against him എന്ന് പറഞ്ഞാൽ അവനെതിരായി. I can't say anything. എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ നിന്നും പുറത്തു കടക്കാൻ എന്നെ ഒന്ന് സഹായിക്കുമോ? ഇവിടെ നിന്നും പുറത്തു കടക്കാൻ എന്നെ ഒന്ന് സഹായിക്കുമോ? Can you help me get out of here? Can you help me get out of here? Get out of here. ഇവിടെ നിന്ന് പുറത്തു പോകാൻ can you help me? അവന്റെ പദ്ധതി അപ്രായോഗികമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവന്റെ പദ്ധതി പ്രായോഗികമല്ല അല്ലെങ്കിൽ അപ്രായോഗികമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. I think his plan is impractical. I think his plan is impractical. Impractical എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല, പ്രായോഗികമല്ല. ഇംപ്രാക്ടിക്കലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് പ്രാക്ടിക്കൽ എന്ന് പറയാം. I think his plan is not practical അല്ലെങ്കിൽ is
impractical. ഇറച്ചിക്ക് വേവ് കുറവ് പോലെ കാണുന്നു. ഇറച്ചിക്ക് വേവ് കുറവ് പോലെ കാണുന്നു. The meat looks undercooked. The meat looks undercooked. Meat എന്ന് പറഞ്ഞാൽ ഇറച്ചി. Looks undercooked. Undercooked എന്ന് വെച്ചാൽ വേവ് കുറഞ്ഞതുപോലെ അല്ലെങ്കിൽ വേകാത്തതുപോലെ. ഇനിയിപ്പോ ഇറച്ചി ഭയങ്കരമായി വെന്ത് ഉടഞ്ഞു പോയി, അതായത് ഭയങ്കരമായി വേവിച്ചു എന്നതാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഓവർ കുക്ഡ്. അപ്പോ അണ്ടർ കുക്ക് അല്ലെങ്കിൽ ഓവർ കുക്ക്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രൊനൗൺസിയേഷൻ കുക്ക്ഡ് എന്ന് പറയരുത്. കുക്ക്, COOKED, കുക്ക്ഡ്. എന്തിനാ അവൾ അത് ചെയ്തതെന്ന് അവൾ നിന്നോട് പറഞ്ഞോ? എന്തിനാ അവൾ അത് ചെയ്തതെന്ന് അവൾ നിന്നോട് പറഞ്ഞോ? Did she tell you why she did it? Did she tell you why she did it? Why she did it. എന്തിനാണ് അവൾ അത് ചെയ്തത് എന്ന് did she tell you നിന്നോട് അവൾ പറഞ്ഞോ? അപ്പോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video.